قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. السلام عليكم ورحمة الله وبركاته. അൽ-അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലൻറ്റ് ഷോ സീസൺ 2 ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് അഹ്ലൻ വസഹ്ലൻ. വിശുദ്ധ ഖുർആനിൻ്റെ രാവുകളെ ധന്യമാക്കി ദർശന TV ഒരുക്കുന്ന ആത്മീയ വിരുന്നിലേക്ക് ഞാൻ നിങ്ങളെ ഒരിക്കലൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ജഡ്ജസ് ബഹുന്യരായ ഉസ്താദ് ഖാരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അഭിനന്ദരായ ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫി. ഈ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള അഭിനന്ദരായ ഉസ്താദ് TH കബീർ അൻവരി. ബഹുമാനപ്പെട്ടവർ മേലെ പട്ടാമ്പി ജുമാ മസ്ജിദ് ഖത്തീബ് മുദരിസുമാണ്, SYS സ്റ്റേറ്റ് കൗൺസിലർ കൂടിയാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് ചങ്ങരംകുളത്തു നിന്ന് വരുന്ന മുഹമ്മദ് ഫാറൂഖിനെ നിങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഈ ടാലൻറ്റ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് ഫാറൂഖ് അല്ലേ, ചങ്ങരംകുളത്ത് നിന്ന്. മാഷാ അല്ലാഹ്. ഫാറൂഖിനെ ഈ ഖുർആൻ ടാലൻറ്റ് ഷോ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. അഹ്ലൻ വസഹ്ലൻ. പിന്നെ ഫാറൂഖ് ഹാഫിളാണോ? ഹിഫ്ലാക്കിയിട്ടുണ്ട്. എത്ര വർഷം എടുത്തു ഹിഫ്ലാക്കാൻ? 4 വർഷം കൊണ്ട് എല്ലാം പൂർത്തിയായി. മാഷാ അല്ലാഹ്. ഉസ്താദ് ആരാണ്? ഹുസൈൻ ഉസ്താദ്. മാഷാ അല്ലാഹ്. പിന്നെ ഇപ്പോൾ മുഹമ്മദ് ഫാറൂഖ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ദർസിൽ പോകുന്നുണ്ട്. കിതാബുകളൊക്കെ ഏതൊക്കെയാണ് പോകുന്നത്? അൽഫിയും ഫത്തുഹുൽ മുഈനൊക്കെ പോകുന്നുണ്ട്. മാഷാ അല്ലാഹ്. നമ്മുടെ കർമ്മശാസ്ത്ര ആധികാരിക ഗ്രന്ഥങ്ങളാണ് അല്ലേ? മാഷാ അല്ലാഹ്. പിന്നെ അറബ് ഭാഷയുടെ വ്യാകരണ ശാസ്ത്രവും അൽഫിയും ഖത്റുൻ നദിയൊക്കെ മാഷാ അല്ലാഹ് ഒക്കെ പഠിക്കുമ്പോഴേ നമുക്ക്, പ്രത്യേകിച്ച് ഖുർആൻ ഓതുമ്പോഴൊക്കെ അതിൻ്റെ ആ അർത്ഥവും നമ്മുടെ തിലാവത്ത് തന്നെ പിഴവ് വരാതിരിക്കും നമുക്ക് നെഹ്വ് അറിഞ്ഞാൽ അല്ലേ? പിന്നെ നെഹ്വ് അറിയാനുള്ള വലിയ മാർഗം കൂടിയാണ് ഖുർആൻ അല്ലേ? മാഷാ അല്ലാഹ്. ഏത് ഭാഗമാണ് നമുക്ക് ഓതാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? സൂറത്തുൻ നംല്. എന്താ നംല് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉറുമ്പ് അല്ലേ? ജീവജാലങ്ങളിൽ വളരെ നമ്മളൊന്നും തീരെ ശ്രദ്ധിക്കാത്തൊരു കൊച്ചു ഉറുമ്പിൻ്റെ പേരിലാണ് ഖുർആൻ ഒരു സൂറത്ത്. മാഷാ അല്ലാഹ് അല്ലേ? ഒരു നബിയുടെ ചരിത്രമൊക്കെയാണ് പറയുന്നത് അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ തിലാവത്തൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ് അല്ലേ? എന്നാൽ മുഹമ്മദ് ഫാറൂഖ് ഓതിക്കോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم نحشر من كل أمة فوجا ممن يكذب بآياتنا بآياتنا فهم يوزعون. حتى إذا جاءوا قال أكذبتم بآياتي ولم تحيطوا بها علما أم
ووقع القول عليهم بما ظلموا فهم لا ينطقون ألم يروا أنا جعلنا الليل ليسكنوا فيه والنهار مبصرا إن في ذلك لآيات لقوم يؤمنون ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله وكل أتوه داخرين وترى الجبال تحسبها جامدة وهي تمر مر السحاب صنع الله الذي أتقن كل شيء إنه خبير بما تفعلون من جاء بالحسنة فله خير منها وهم من فزع يومئذ آمنون ومن جاء بالسيئة فكبت وجوههم في النار هل تجزون إلا ما كنتم تعملون صدق الله العظيم قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. ജസാക്കല്ലാഹു ഖൈർ. മാഷാ അല്ലാ. മുഹമ്മദ് ഫാറൂഖ് സൂറത്തുൻ നംലിലെ അള്ളാഹു ഖിയാമത്തിൻ്റെ അടയാളങ്ങളും പരലോകത്തിൻ്റെ സംഭവങ്ങളൊക്കെ വിവരിക്കുന്ന ഭാഗമാണല്ലേ നമ്മൾ ഓതിയത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദാബിൻ്റെ ആയത്തൊക്കെ വരുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചെയ്യൂലേ, അള്ളാഹുവെ നരകശിക്ഷയിൽ നിന്ന് കാക്കേണമേ. സ്വർഗത്തിൻ്റെ ചർച്ചകളൊക്കെ വരുമ്പോൾ ആ സ്വർഗം തരയണമേ എന്ന് അള്ളാഹുവിനോട് ദുആയിരക്കും. വളരെ ഹൃദയസ്പൃക്കായ ഒരു മനോഹരമായ ഖിറാഅത്താണ്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ, അല്ലേ, കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഹിഫ്ള് റിവൈസ് ചെയ്യാൻ എത്ര സമയമെടുക്കും? ഒരു ദിവസം എത്ര ഓതാറുണ്ട് അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടി? ഒരു ദിവസം 3 ജുസ് ഓതും. മാഷാ അല്ലാഹ്. ഒരു ദിവസം 3 ജുസ് വീതം ഓതിയാൽ മാഷാ അല്ലാഹ് വളരെ ഒരു 1.5 മണിക്കൂർ അതിന് തന്നെ
അല്ലേ, പിന്നെ മറ്റൊന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ കലാമുമായി സമയം ചെലവഴിക്കാനുള്ള അവസരം അല്ലേ. സൂറത്തു നംലിലെ 88-ാമത്തെ ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു. അതിൽ വലിയൊരു അത്ഭുതം അള്ളാഹു താല പറയുന്നുണ്ട് അല്ലേ. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ വഹിയ തമുറു മർറ സഹാബ് സുൻഅ അല്ലാഹില്ലദീ അത്ഖന കുല്ല ഷൈ ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാം എന്ന ദീൻ നമുക്ക് നൽകിയത് 4 റുക്നുകളാണെന്ന് ഉലമാ പറയാം അല്ലേ. 1 അഖീദ, 2 നമ്മുടെ ഇബാദത്ത്, 2 നമ്മുടെ മുആമലാത്ത്, 3 അഖ്ലാഖ് നമ്മുടെ സ്വഭാവം അല്ലേ, നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസം, അതാണ് അഖീദ അല്ലേ. പിന്നെ നമ്മുടെ ആരാധനാകർമ്മങ്ങൾ ഇബാദത്ത്, നമ്മുടെ മുആമലാത്ത് ജനങ്ങളുമായുള്ള ഇടപെടലുകൾ അല്ലേ, കച്ചവട വ്യവഹാരങ്ങൾ, പിന്നെ സ്വഭാവ ഗുണങ്ങൾ അല്ലേ. ഇവിടെ അള്ളാഹു വലിയൊരു അത്ഭുതം പറയണം നോക്കി. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ അല്ലേ. പർവ്വതങ്ങളെ നോക്കിയാൽ നമ്മൾ വിചാരിക്കും ഈ പർവ്വതങ്ങളൊന്നും അനങ്ങണില്ല എന്ന്. വഹിയ തമുറു മർറ സഹാബ്, ഈ പർവ്വതങ്ങളോടൊപ്പം ഈ ഭൂമി മേഘം സഞ്ചരിക്കണ പോലെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ഈ പർവ്വതങ്ങളും നമ്മളടക്കം സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. സൗരയൂഥം എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിൽ ഭൂമി സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ്റെ ചുറ്റും അല്ലേ. അങ്ങനെ ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോൾ നമ്മൾ ഒരു വർഷം പൂർത്തിയായിന്ന്. ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഉദയാസ്തമയൊക്കെ അനുഭവിക്കുന്നത് അല്ലേ. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യാണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ പണ്ഡിതന്മാർ ചിന്തിപ്പിച്ച ഒരു വലിയ ആയത്താണ്. പർവ്വതങ്ങൾ കാണുമ്പോൾ തഹ്സബുഹാ ജാമിദ, നമുക്ക് തോന്നും ഇതൊന്നും അനങ്ങുന്നില്ല എന്ന്. വഹിയ തമുറു മർറ സഹാബ്, മേഘങ്ങൾ സഞ്ചരിക്കണ പോലെ സഞ്ചരിക്കുന്നുണ്ട്. മേഘങ്ങൾ സഞ്ചരിക്കുന്ന എങ്ങനെയാണ്? കാറ്റ് തള്ളിക്കൊണ്ടുപോവുകയാണ്. എന്നപോലെ ഭൂമി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ എത്ര സ്പീഡാണ് ആലോചിച്ച് നോക്കിയാൽ. 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്ററാണ് നമ്മുടെ ഭൂമി സൂര്യൻ്റെ ചുറ്റും ഓടുന്നത്. അങ്ങനെ ഒരു ഓട്ടം പൂർത്തിയാകുമ്പോൾ നമ്മൾ പറയും ഡിസംബർ 31 ജനുവരി 1 ഒരു വർഷം പൂർത്തിയായി എന്ന്. പക്ഷെ നമ്മൾ അറിയണ്ടോ അല്ലേ. നമ്മളൊരു വാഹനം പോവുകയാണെങ്കിൽ എന്തൊരു കാറ്റായിരിക്കും അല്ലേ. നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റും. ഒരു ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റുമോ? അതൊക്കെ എത്ര കുറച്ച് സ്പീഡുള്ളൂ. മണിക്കൂർ 100, 150, 200, ഇനി മാക്സിമം 500 എന്ന് കൂട്ടുക അല്ലേ. ഫ്ലൈറ്റൊക്കെ പോകുന്നത് മണിക്കൂറിൽ 800, 850, 900 കിലോമീറ്റർ സ്പീഡിലാണ്. ഭൂമി പോണതോ മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഇവിടെ കൊടുങ്കാറ്റടിക്കൂലേ അത്ര സ്പീഡിൽ ഭൂമി പോവുകയാണെങ്കിൽ? ഇല്ല. സുൻ അല്ലാഹ് അല്ലദീ അത്ഖന കുല്ല ഷൈ, അള്ളാഹുവിൻ്റെ ക്രിയേഷനിൽ അള്ളാഹു പെർഫെക്റ്റ് ആണെന്ന്. മനോഹരമായ സൃഷ്ടിപ്പാണ്. അതുകൊണ്ട് നമുക്ക് കൊടുങ്കാറ്റ് അറിയുന്നില്ല. ഭൂമിയുടെ ഈ സഞ്ചാരത്തിൻ്റെ വേഗത നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ കൂളായിട്ട് റോഡിലൂടെ നടക്കുന്ന ഈ കെട്ടിടങ്ങളും മനുഷ്യന്മാരും കാറ്റപ്പോഴും അടിക്കുന്നു. പക്ഷെ ഇതെല്ലാം കൊണ്ട് ഇത്രയും സ്പീഡിൽ അള്ളാഹു കൊണ്ടുപോകുന്നുണ്ട് ഭൂമിയെ. യാ അള്ളാഹ്, ഇത് അത്ഭുതമല്ലേ എന്ന് അള്ളാഹു താല ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ വലിയ അത്ഭുതങ്ങൾ പറയണ സൂറ. ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ ഖിറാഅത്ത് അല്ലേ, തിലാവത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. നമ്മുടെ പ്രേക്ഷകരായ ഒരുപാട് ആളുകൾ ഈ സൂറത്ത് ശ്രദ്ധിക്കുക. സൂറത്തു നംലിൽ നമ്മൾ ഓതി തുടങ്ങിയത് 83-ാമത്തെ ആയത്ത് മുതലാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഉസ്താദുമാർ അതിനെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെയാണ് തിരുത്താനുള്ളത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്, അഹ്കാമു തിലാവത്ത് നമുക്ക് ഉസ്താദന്മാർ, നമ്മുടെ ജഡ്ജിമാർ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ഖാരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുണ്ടേരി ഉസ്താദിനോട് ആദ്യം ആരായാം. അൽഹംദുലില്ലാ, മുഹമ്മദ് ഫാറൂഖിൻ്റെ ഖിറാഅത്ത് വളരെ നന്നായിട്ടുണ്ട്. എങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ അടുത്ത റൗണ്ടിൽ ഇൻഷാ അല്ലാഹ് വളരെ മെച്ചമാക്കാൻ സാധിക്കുന്നതാണ്. മദ്ദുകളുടെ കാര്യത്തിൽ തസ്വിയത്ത് തുല്യപ്പെടുത്തുക, അയർല മദ്ദുകൾ മറ്റുള്ള മദ് തുല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വളരെ നന്നായിട്ട് ഉള്ള ഒരു മഹാ സൗഭാഗ്യത്തിന് അർഹനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ്റെ അഹ്യാൽപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളുടെ പ്രവർത്തനം സ്വീകരിക്കുമാറാകട്ടെ. മാർക്ക് 50-ൽ 32 മാർക്ക് എടുക്കാവുന്നതാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, നല്ല മാർക്കാണല്ലേ. നീ ബഹുമാനപ്പെട്ട ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദിനോടും ചോദിച്ചു നോക്കാം, എന്താണ് ഉസ്താദിൻ്റെ അഭിപ്രായങ്ങൾ? അൽഹംദുലില്ലാ, നല്ല ഖിറാഅത്തായിരുന്നു. അത്യാവശ്യം തജ്വീദൊക്കെ അനുസരിച്ചിട്ടുള്ള ഖിറാഅത്തായിരുന്നു. എന്നിരുന്നാലും ചെറിയ രൂപത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ മെച്ചപ്പെടുത്താം. യുൻഫഖു ഫിസ്സൂരി എന്നുള്ള സ്വാദിനെ ഒന്നുകൂടി സഫീർ എന്നുള്ള സിഫത്തുണ്ടല്ലോ, അതൊന്നുകൂടെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഉഷാറാകും. അതുപോലെ തറൽ ജിബാല, അവിടെ റാ തഫ്ഖീമാണ്, താ ഇസ്തിഫാലുമാണ്. രണ്ടും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. താഇൻ്റെ ഇസ്തിഫാല് നഷ്ടപ്പെടരുത്. റാഇൻ്റെ തഫ്ഖീം ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരല്പം മാറ്റം വരുന്നത് സാധാരണയാണ്. അതൊന്നുകൂടി ശ്രദ്ധിക്കുക. അതുപോലെ സുൻഅ അല്ലാഹി എന്ന്, ആ സുൻഅ എന്ന് പറഞ്ഞ ഇൽഹാർ ആണ് ചെയ്തതെങ്കിലും
കുറച്ചും കൂടെ ഒരു ഉന്നതി ചെറുതായിട്ടൊന്ന് അധികമായൊരു തോന്നുന്നുണ്ട്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാ നല്ല ഖിറാഅത്തായിരുന്നു. മാർക്ക് 50-ൽ 34 മാർക്ക് കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ് നല്ല നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ മൈന്യൂട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെ ഒരു ടാലൻറ്റ് ഷോയിലായിരിക്കും നമുക്കൊരു പക്ഷേ തജ്വീദ് എന്ന് പറഞ്ഞ സംഗതി ഇത്രയും ഡീറ്റെയിൽഡായിട്ട് വിശാലമായി കിടക്കുന്ന ഒരു ബഹറാണ് അല്ലേ. ഓരോ അക്ഷരങ്ങളുടെയും നിയമം നമ്മളൊക്കെ മ്യൂസിക്കിനെ പറ്റിയൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഇതിന് ഇങ്ങനെ നിയമം. പക്ഷെ ഖുർആനിലേക്ക് ഇറങ്ങിയാൽ അതിനും വലിയ മനോഹാരിത വല്ലതിനുണ്ടോ? ഇത്രയും മനോഹരമായ അള്ളാഹുവിൻ്റെ വചനം അത് ഇറക്കപ്പെട്ടതുപോലെ അത് കേൾക്കുന്നത് കൂലിയാണ്, ഓതുന്നത് കൂലിയാണ്, ഒരാൾ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂലിയാണ് അല്ലേ. എങ്ങനെ ആയാലും പ്രതിഫലമാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട നമ്മുടെ THA കബീർ അൻവരി ഉസ്താദ് ഉണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ SYSൻ്റെ സ്റ്റേറ്റ് കൗൺസിലർ കൂടിയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ നമുക്കൊന്ന് ആരായാം. മുഹമ്മദ് ഫാറൂഖ്, അൽഹംദുലില്ലാ, അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് അവൻ്റെ വിശുദ്ധ കലാം. അത് വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ കഴിയുക എന്നത് അള്ളാഹു ചെയ്ത വലിയ ഒരു തൗഫീഖാണ്. അള്ളാഹു അത് വീണ്ടും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഈ കൊണ്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് അദൃശ്യമായ പരലോകത്തെ വിശ്വസിക്കാൻ ഏതൊരു മനുഷ്യനെയും പ്രാപ്തമാക്കുക എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ വലിയ ഒരു മാസ്മരികത. അള്ളാഹു വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും ശരിയായ വിധത്തിൽ അത് പാരായണം ചെയ്യുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മാർക്ക് 8 മാർക്കാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മുഹമ്മദ് ഫാറൂഖ് ഉസ്താദ്മാരൊക്കെ പറഞ്ഞത് അവരൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരാൻ അവരെ കിട്ടിയത് വലിയ സൗഭാഗ്യമാണ് അല്ലേ. അൽഹംദുലില്ലാ ഉണർത്താനും പല വിഷയങ്ങളും അറിയാനും ഒക്കെ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മത്സരം ഇനിയും ആവേശത്തോടു കൂടെ അടുത്ത റൗണ്ടുകളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മനോഹരമായിട്ട് ഖുർആൻ ഇവിടെ തിലാവത്ത് ചെയ്ത് അതിൻ്റെ കൂലിയും പ്രതിഫലമൊക്കെ കരസ്ഥമാക്കുക. നിങ്ങൾക്കും കൂലി കിട്ടും, നിങ്ങളുടെ ഉസ്താദ്മാർക്ക് കൂലി കിട്ടും, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലേ ഹാഫിളായി കഴിഞ്ഞ അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു അല്ലേ താജും മിൻ നൂർ അല്ലേ പ്രകാശത്തിൻ്റെ കിരീടമണിയിക്കുന്നല്ലേ. മാഷാ അല്ലാഹ്. അപ്പോൾ ആ ഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ നമ്മുടെ പ്രേക്ഷകർ അവരുടെ കുടുംബങ്ങളിൽ മക്കളൊക്കെ ഹിഫ്ദിലേക്ക് നമ്മൾ ഒരുപാട് ആളുകളെ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി പരിചയപ്പെട്ടു. അവരൊക്കെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. നമ്മുടെ മക്കളെയൊക്കെ ഖുർആൻ പഠിപ്പിക്കാനും ഖുർആൻ്റെ ഹാഫിളീങ്ങളാക്കാനും ഒക്കെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇൻഷാ അല്ലാഹ് ഈ പരിപാടി വലിയൊരു പ്രചോദനമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു അത്തരം നല്ല ഒരു ഫലം ഈ ഒത്തുചേരൽ കൊണ്ടൊക്കെ ഈ പരിപാടി കൊണ്ടൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിയിലേക്ക് വന്നതിന് നമ്മുടെ ഖുർആൻ അൽ-അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലൻറ്റ് ഷോ സീസൺ 2 ഇവിടെ സംബന്ധിച്ചതിൽ ഒരിക്കലും ഇവിടെ മുഹമ്മദ് ഫാറൂഖിന് നന്ദിയും അതിന് സന്തോഷം അറിയിക്കുകയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ജസാക്കല്ലാഹു ഖൈറ. قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റ് അബ്ദുൽ കരീം ഷാ ഓമശ്ശേരി, അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഖുർആൻ ടാലൻറ്റ് ഷോ സീസൺ 2 അഹ്ലൻ വസഹ്ലൻ. അബ്ദുൽ കരീം ഷാ അല്ലേ ഓമശ്ശേരി. അൽഹംദുലില്ലാ, വളരെ സൗഭാഗ്യം തോന്നുകയാണ്. നിങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു മത്സരത്തിനാണ് എത്തിയിട്ടുള്ളത് അല്ലേ. ഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ അല്ലേ. മത്സരിക്കേണ്ടതും മത്സരാർത്ഥികളൊക്കെ മുമ്പോട്ട് വരേണ്ടത് ശുദ്ധ ഖുർആൻ്റെ വിഷയത്തിലാണ് അല്ലേ. ആഗോളാടിസ്ഥാനത്തിൽ നടക്കുന്ന നമ്മുടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ഒരു ടെലിവിഷൻ ചാനലിലെ ഇങ്ങനൊരു ഖുർആൻ ടാലൻറ്റ് ഷോ നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അല്ലേ. എങ്ങനെ അങ്ങോട്ട് എത്താനുണ്ടായ അനുഭവം, എങ്ങനെ ഇങ്ങോട്ട് എത്തിപ്പെട്ടത് ഉണ്ടായിരുന്നു? അൽഹംദുലില്ലാ. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് കടമേരി റഹ്മാനി അറബി കോളേജ് ഉണ്ടായിരുന്നു. മാഷാ അല്ലാ. ശേഷം പിന്നെ നന്ദി അറബി കോളേജ് അവിടെ നിന്ന് പൂർത്തിയാക്കിയിട്ടില്ല. ഹൈദരാബാദ് ജാമിയ നിസാമിയ. അപ്പോൾ നിസാമിയാണ്.
നിലാമിയാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മാഷാ അല്ലാ, അള്ളാഹു അത് നല്ല സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന ഖൈറ മസ്തഅജർതും അലൈഹി കിതാബല്ലാഹ് അല്ലേ? ഏതു ഭാഗമാണ് നമുക്കിന്ന് മത്സരത്തിന് ഓതാനുള്ളത്? സൂറത്തുൽ ഹഷർ അല്ലേ? സൂറത്തുൽ ഹഷറിൻ്റെ 18-ാമത്തെ ആയത്ത് മുതൽ അല്ലേ 24 വരെയുള്ള ഇൻഷാ അല്ലാ വളരെ മഹത്തരമുള്ള അള്ളാഹുവിൻ്റെ മലക്കുകൾ കാവല് തരും എന്നൊക്കെ വന്നിട്ടുള്ള വളരെ ശ്രേഷ്ഠമായൊരു ഭാഗമാണ് അല്ലേ? ഇൻഷാ അല്ലാ നമ്മുടെ ഖിറാഅത്തിൻ്റെ എന്തെല്ലാം നിയമങ്ങളാണോ, എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഒക്കെ നമ്മുടെ മഹാന്മാരായ 2 ഉസ്താദുമാർ, ജഡ്ജിമാർ നമുക്കുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാരുണ്ട്, ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദുണ്ട്, പിന്നെ നമ്മുടെ അഭ്യന്തരായ ഗസ്റ്റ് ഉണ്ട് ബഹുമാനപ്പെട്ട TH കബീർ അൻവരി ഉസ്താദ് അവറുകൾ. അവരൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞുതരും. നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ മനസ്സിലാക്കാം. എന്നാൽ പിന്നെ ഓതാല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. وهو العزيز الحكيم. صدق الله العظيم. അൽഹംദുലില്ലാ. അബ്ദുൽ കരീം ഷാ, മാഷാ അല്ലാ. നമ്മുടെ പ്രേക്ഷകർ സൂറത്തുൽ ഹഷറിൻ്റെ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ
അതായത് 21-ാമത്തെ ആയത്ത് മുതൽ ഈ സൂറത്ത് അവസാനിക്കുന്ന 24 വരെയുള്ള ആയത്തുകൾ നമ്മളൊക്കെ മനഃപ്പാഠമാക്കി എപ്പോഴും ഓതേണ്ട ഒരു സൂറയാണ് അല്ലേ. അല്ലാഹു തആല വളരെ മഹത്വം കൽപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല അല്ലേ, ഖുർആൻ വളരെ ഭാരമുണ്ടായിരുന്നു അല്ലേ. അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ ആ കലാം സൃഷ്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ഭാഷയിൽ, അതും പരിശുദ്ധമായ അറബ് ഭാഷയിൽ അതെ നമ്മുടെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു അല്ലേ. ആ വലിയ ഖനമേറിയ വാക്കുകൾ, ഖനമേറിയ അള്ളാഹുവിൻ്റെ റിസാലത്ത്, ഒരു വാഹനപ്പുറത്ത് ഒരു മൃഗത്തിൻ്റെ പുറത്തൊക്കെ ഒട്ടകത്തിൻ്റെയോ കഴുതയുടെയോ കുതിരയുടെയൊക്കെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ വഹി വരുമ്പോൾ ആ ഭാരം കൊണ്ട് ആ മൃഗം ഇരിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മേലെ ഇറങ്ങുകയാണെങ്കിൽ പർവ്വതം പൊട്ടിയേനെ, അതിന് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അത്രക്കും വലിയൊരു ഹിമ്മത്ത്, ഒരു മനക്കരുത്തും പ്രകാശമൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയതിൻ്റെ ശേഷമാണ് ഈ ഖുർആനിൻ്റെ അവതരണം നടക്കുന്നത് അല്ലേ. പിന്നെ നമുക്ക് വളരെ പേടി തോന്നുന്നൊരു ഭാഗമാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ് അല്ലേ. പരലോകത്തേക്ക് വേണ്ടി എന്താ ചെയ്തു വെച്ചതെന്ന് ഓരോരുത്തരും ആലോചിച്ചു കൊള്ളട്ടെ. നമ്മൾ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ജീവിക്കാനുള്ള വരുമാനത്തെ സംബന്ധിച്ച രക്ഷിതാക്കന്മാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, അവനവൻ പോകുന്ന ഖബറിലേക്ക് എന്താണ് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ അമാലുകൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അല്ലേ. ആ ഒരു യാത്രയെക്കുറിച്ച് ആരാ ചിന്തിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അയ്യുക്കും മാലു വാരിഥിഹി അഹബ്ബു ഇലൈഹി മിൻ മാലി അല്ലേ. സ്വന്തം സമ്പത്തിനേക്കാളും അനന്തരാവകാശിയുടെ സമ്പത്ത് ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? അനന്തരാവകാശ സ്വത്ത് നമ്മുടെ പിതാക്കന്മാരിൽ നിന്നോ ഉമ്മമാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നും അനന്തരെടുക്കുന്നത് അതാണോ? അവനവൻ ചെയ്യുന്ന കർമ്മമാണോ? അവനവൻ ചെയ്യുന്ന അവനവൻ്റെ സമ്പത്താണോ ഇഷ്ടം അല്ലേ. അപ്പോൾ സ്വഹാബത്ത് എന്ന് പറഞ്ഞു, അയ്യുന ഞങ്ങൾ ആരാ നബിയെ, സ്വന്തം ധനത്തെക്കാളും നമ്മുടെ അനന്തര സ്വത്ത് ആരാ ഇഷ്ടപ്പെടുക? സ്വന്തമല്ലേ എല്ലാവർക്കും ഇഷ്ടം, സ്വന്തം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ നിങ്ങളുടെ സമ്പത്താണ് അല്ലേ. നമ്മുടെ മരണശേഷം നമുക്ക് ആരെങ്കിലും ചെയ്തു തന്നു, ഖുർആൻ ഓതി നമ്മുടെ പേരിൽ കുറച്ച് തഹ്ലീൽ ചൊല്ലി നമുക്ക് വേണ്ടി സ്വതക്ക ചെയ്തു, ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ കിട്ടും അല്ലേ. പക്ഷെ നമ്മൾക്ക് എന്ന് പറയാൻ ഉറപ്പ് നമ്മൾ തന്നെ ചെയ്യണ്ടേ നാളത്തേക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ വലിയൊരു സന്ദേശം അതാണ്. നിങ്ങൾ ഒരുങ്ങിക്കോ, ദിവസങ്ങൾ മാസങ്ങളും ഇങ്ങനെ പെട്ടെന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. കലണ്ടർ മറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് മാഷാ അല്ലാഹ് ഒരു കൊല്ലം കഴിഞ്ഞു. പക്ഷെ നമ്മൾ എന്തു ചെയ്തു അള്ളാഹുവിന് വേണ്ടി? പിന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വസ്ഫുകൾ അല്ലേ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ സിഫത്തുകളിലൂടെയാണ്. എല്ലാം പറഞ്ഞ് ലഹുൽ അസ്മാഉൽ ഹുസ്ന, ഇത്ര അവസാനിപ്പിക്കുന്നില്ല, ഇതിലപ്പുറം അല്ലേ. സമ്മൈത ബിഹി നഫ്സക വഅൻസൽതഹു ഫി കിതാബിക വഅല്ലംതഹു അഹദൻ മിൻ ഖൽഖിക അല്ലേ. ഒരുപാട് നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. പക്ഷെ നമുക്ക് 99 നാമങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. വളരെ മനോഹരമായ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തജ്വീദും ഇതിൻ്റെ അഹ്കാമു തിലാവയും അത് നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജ് ഉസ്താദുമാരോട് നമുക്ക് ചോദിക്കാം. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഖാരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദ്. നമ്മുടെ ഉസ്താദ് അബ്ദുൽ കരീം ഷാ ഖിറാഅത്ത് വളരെ നന്നായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു വലിയ ഭാവിയുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതനുസരിച്ച് ജനങ്ങൾ സംബോധനം ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് മാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിന് 50 മാർക്കിൽ 32 മാർക്ക് ഞാൻ നൽകുന്നു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദ്. അൽഹംദുലില്ലാഹ്, നല്ല ഖിറാഅത്തായിരുന്നു. പറയത്തക്ക തെറ്റുകളൊന്നും ഇല്ലെങ്കിലും അല്പം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. വലാ തക്കൂനു എന്ന് പറഞ്ഞ സമയത്ത് ആ തുടക്കം സ്ലോ ആയെടുത്തപ്പോൾ വാവിൻ്റെ മഖ്റജ് ഒന്ന് ശ്രദ്ധിക്കാൻ വിട്ടുപോയി, അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹുവല്ലാഹു എന്ന് തുടങ്ങുന്ന ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സ്ലോ ഒന്നും എടുക്കുമ്പോൾ പിന്നെ കാറ്റ് ഹാൻ്റെ കാറ്റ് ചില ഭാഗത്ത് വരുന്നുണ്ട്, ചില ഭാഗത്ത് കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ ഷീനിൻ്റെ തഫശി പല ഭാഗത്തും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്, ചില ഭാഗത്ത് കുറച്ചൊന്ന് പോകുന്നുണ്ട്. ശ്രദ്ധിക്കാൻ മാത്രമുള്ള തെറ്റുകളേ ഉള്ളൂ. അള്ളാഹു ഇനിയും നല്ല രൂപത്തിൽ ഓതാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മാർക്ക് 50-ൽ 35 മാർക്ക് കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട നമ്മുടെ ജഡ്ജിമാർ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ അഭിനന്ദരായ ഗസ്റ്റ് ഉസ്താദ് ബഹുമാനപ്പെട്ട TH കബീർ അൻവരി ഉസ്താദ് അവറുകൾ, ഉസ്താദിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം.
അബ്ദുൽ കരീം ഷാ മുസ്ലിയാർ, അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. പല മത്സരങ്ങളും നടക്കാറുണ്ട്, പക്ഷേ ഖുർആൻ മത്സരത്തിൽ പങ്കെടുക്കുക, അതിനുവേണ്ടിയുള്ള സമയം മാറ്റിവെക്കുക എന്നതൊക്കെ വലിയ ഒരു അനുഗ്രഹമാണ്. പാരായണം വളരെ മനോഹരമായിട്ടുണ്ട്. ഇനിയും അത് അഭിവൃദ്ധിപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 10ൽ 8 മാർക്കാണ് നൽകിയത്. മാഷാ അല്ലാഹ്. അപ്പോൾ ഉസ്താദുമാരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടു. പിന്നെ എപ്പോഴും അല്ലേ, ഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം അല്ലേ, എല്ലാത്തിൻ്റെയും മീതെ അറിവുള്ള മറ്റൊരാളുണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും നമുക്ക് ഇനിയും മുമ്പോട്ട് ഒരു ആവേശം കിട്ടണമെങ്കിൽ ഒരു ലക്ഷ്യം, അതാണ് ഇപ്പോൾ നമ്മൾ ഉസ്താദുമാർ പറഞ്ഞിരുന്നത് അല്ലേ, നമുക്ക് ഇനിയും മുമ്പോട്ട് എത്തണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനിയും അടുത്ത് വരാനിരിക്കുന്ന നമ്മുടെ മത്സരങ്ങളിലൊക്കെ വളരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ അഹ്കാമുകളൊക്കെ ശരിക്കും പാലിച്ച് ഖുർആൻ ഓത്, അതിന് കൂലിയും വർദ്ധിക്കും അല്ലേ. നമ്മൾ പെട്ടെന്ന് ഖുർആൻ ഒരു ഖത്തം തീർക്കുക, ഇപ്പോൾ റമദാനിലൊക്കെ നമ്മൾ എത്ര ഖത്തം തീർക്കുന്നു എന്നാണ് ആലോചിക്കുക. സാധാരണഗതി നമ്മൾ അങ്ങനെ ചിന്തിക്കുക, എത്ര ഖത്തം തീർത്തു, എത്ര ജുസ് ഓതി തീർത്തു. പക്ഷേ എത്ര പേരാണ് വറത്തിൽ ഖുർആൻ തർത്തീല, ഖുർആൻ ഓതേണ്ട ആ മനോഹരമായ നിയമം പാലിച്ച് ഓതിയവർ ആരാണ്? അതിനാണ് അള്ളാഹു താല പ്രതിഫലം നൽകുന്നത് അല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കണ്ടസ്റ്റൻറ്റുകൾ ഓതുന്ന ഭാഗം ഒരു മുസാഫ് മറിച്ചിരുന്നാൽ ഈ ഭാഗം നമ്മൾ കൂടെ ഓതി നമ്മുടെ ഉസ്താദുമാർ അഭിപ്രായം പറയുമ്പോൾ അത് നമുക്ക് കൂടെ തിരുത്താനും ഒന്നുകൂടെ ആ വിഷയങ്ങളൊക്കെ ഒന്ന് ഇൻറ്റേർണലൈസ് ചെയ്യാനൊക്കെ ഉള്ള അവസരമാണ്. അള്ളാഹു ഇത് വലിയ പ്രതിഫലാർഹമായൊരു കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിപാടിയിലേക്ക്, നമ്മുടെ ഈ ടാലൻറ്റ് ഷോയിലേക്ക് വന്നതിൽ ഒന്നുകൂടെ സന്തോഷവും നമ്മുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു താല എല്ലാ അഭിവൃദ്ധിയും നിഅമത്തും സലാമത്തും ബറക്കത്തും ഇഫ്ഫത്തും ഒക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലൂടെ ജസാക്കല്ലാഹു ഖൈറ. قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. ഇന്നത്തെ ഈ എപ്പിസോഡിൽ മൂന്നാമതായി മത്സരിക്കാനിരിക്കുന്നത് കൊടുവള്ളിയിൽ നിന്നും വരുന്ന തൻവീർ അലിയാണ്. തൻവീർ അലിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൻവീർ അലി അല്ലേ, കൊടുവള്ളിക്കടുത്ത് കരീറ്റിപ്പറമ്പ് വരികയാണ് അല്ലേ. മാഷാ അല്ലാ. മോനെ, എങ്ങനെ ഈ പരിപാടിയെ പറ്റി അറിഞ്ഞത്? ഇങ്ങനെ ഒരു ഖുർആൻ ടാലൻറ്റ് ഷോ ദർശന ടി വിയിൽ നടക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിലെ ഉസ്താദുമാർ പറഞ്ഞത്, അതിനനുസരിച്ച് തയ്യാറെടുത്ത്. മാഷാ അല്ലാ. അപ്പോൾ ഉസ്താദുമാർ പറഞ്ഞ് അല്ലേ. മോനെ ഹിഫ്ലാക്കിയല്ലേ ഖുർആൻ? മാഷാ അല്ലാ. പിന്നെ എത്ര വർഷം എടുത്തു ഖുർആൻ ഹിഫ്ലാക്കാൻ? 1.5. മാഷാ അല്ലാ, 1.5 വർഷം. നമ്മുടെ ബഹുമാന്യരായ പ്രേക്ഷകർ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കുക. 6000-ലേറെ വരുന്ന ഖുർആനിൻ്റെ ആയത്തുകൾ, നമ്മൾ കാണുന്ന പരിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കാൻ നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റൻറ്റ് തൻവീർ അലി എടുത്തത് 1.5 വർഷമാണ്. വലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്ർ അല്ലേ. ഖുർആൻ ഹിഫ്ലാക്കാൻ വളരെ അള്ളാഹു ഒരു സൗകര്യം, ഒരു ആശ്വാസം, ഒരു എളുപ്പം അള്ളാഹു തരുന്നുണ്ട് അല്ലേ. മാഷാ അല്ലാ. അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടായോ? ഇല്ലല്ലേ. പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ ഖുർആനുള്ളതുകൊണ്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പോൾ മോനിപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഖുർആൻ ഒരു ദിവസം എത്ര ജുസ് ഓതും നമ്മൾ മറക്കാതിരിക്കാൻ? ദൗറ ഒരു ജുസ് അര ജുസൊക്കെ ആയിട്ട് എന്നും ഓതുന്നുണ്ട് അല്ലേ. മാഷാ അല്ലാ. എത്ര ഓരോ അക്ഷരങ്ങൾക്കും 10 ഹസനാത്താണ് അല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഈ റമദാനൊക്കെ ആകുമ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഓതുന്ന ഓരോ അക്ഷരങ്ങൾക്കും അല്ലാഹു യുദാഇഫു ലിമൻ യശാ, ഒരുപാട് അല്ലാഹു തആല കൂലി വർദ്ധിപ്പിച്ച് തരാണ് അല്ലേ. മാഷാ അല്ലാ. ബഹുമാന്യരായ പ്രേക്ഷകർ, നമ്മുടെ കണ്ടസ്റ്റൻറ്റുകൾ, പ്രത്യേകിച്ച് ഈ ഖുർആൻ ടാലൻറ്റ് ഷോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ മത്സരാർത്ഥികൾ, അവർ നമ്മുടെ മക്കൾക്ക്, വിശേഷിച്ച് കേരളീയ സമൂഹത്തിലെ മുസ്ലിം ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രോത്സാഹനമാണ്. കാരണം തൻവീർ അലിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരിക, ചെറിയ പ്രായത്തിൽ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി മനസ്സിൽ പ്രകാശം കൊണ്ട് നടക്കുന്ന പ്രകാശഗോപുരങ്ങൾ. മാഷാ അല്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ. മോനെ, ഏത് ഭാഗമാണെന്ന് ഓതാൻ ഉദ്ദേശിക്കുന്നത്? സൂറത്തുൽ മുസമ്മിൽ. സൂറത്തുൽ മുസമ്മിൽ. മുസമ്മിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയോ? ആ വാക്കിൻ്റെ ഉറങ്ങിക്കിടക്കും. ഉറങ്ങി പുതപ്പിട്ട് മൂടി കിടക്കുന്നവർ അല്ലേ. അതാരായിരുന്നു?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ആ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണക്കൊണ്ടായി തങ്ങളെ പേടിച്ച സമയം അല്ലേ, തങ്ങൾ പുതപ്പെട്ട് മൂടിക്കിടന്ന ആ ഒരു ആദ്യത്തെ വഹീൻ്റെ അനുഭവം ഒക്കെ പറയുന്ന സൂറത്താണ് അല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار صبحا طويلا إن لك في النهار صبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو لا إله إلا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا واصبر على ما يقولون واهجرهم هجرا جميلا وذرني والمكذبين أولي النعمة ومهلهم قليلا صدق الله العظيم. قد أنزل ربي القرآن
وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. തൻവീർ അലി അല്ലേ, മാഷാ അല്ലാഹ്, നല്ല ഖിറാത്താണ്. അൽഹംദുലില്ലാ. നമ്മുടെ ബഹുമാന്യരായ ജഡ്ജിമാരായി നമ്മുടെ ബഹുമാന്യരായ ഉസ്താദുമാരുണ്ട്. നമ്മുടെ ഗസ്റ്റായിട്ട് നമുക്ക് ബഹുമാനപ്പെട്ട TH കബീർ അൻവരി ഉസ്താദുണ്ട്. അവരൊക്കെ ഖിറാത്തിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറഞ്ഞുതരും. ഇവിടെ പരിശുദ്ധ റമളാനിൻ്റെ രാവുകളിൽ നമുക്ക് മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട വലിയ ഒരു കാര്യം രാത്രി നേരത്തെ ഖിയാമുൽ ലൈൽ നിസ്കാരം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിൻ്റെ ആഹ്വാനമുണ്ട്. പിന്നെ നമുക്ക് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ്റെ മുഖത്തിൻ്റെ പ്രകാശം പോലും രാത്രി നേരത്തെ നിസ്കാരത്തിനാണെന്ന് അല്ലേ. നമ്മളെന്താ രാത്രി ഉറങ്ങി എഴുന്നേറ്റുള്ള നിസ്കാരത്തിന് എന്താ പറയുക? തഹജ്ജുദ് നിസ്കാരം. മാഷാ അല്ലാഹ്, അതിലെന്താ പ്രത്യേകത? അപ്പോൾ അള്ളാഹു അത് ധാരാളം ചെയ്യണം അല്ലേ. നിബിധങ്ങൾ കിടന്നുറങ്ങേണ്ടത് എത്രയാണ് നിസ്കരിക്കേണ്ടത് എന്നൊക്കെ വിവരിച്ചിട്ടുള്ള ഒരു സൂറയാണ്. അപ്പോൾ രാത്രി നിസ്കാരത്തിൽ അത് ആരെങ്കിലും അറിയുമോ? നമ്മൾ അള്ളാഹു അല്ലാതെ എല്ലാവരും കിടന്നുറങ്ങല്ലേ അല്ലേ. മാഷാ അല്ലാഹ്, എല്ലാവരും കിടന്നുറങ്ങുകയാണ്. നമ്മൾ ഒതുണ്ടാക്കി നിസ്കരിക്കുകയാണ്, ഉറക്കത്തിന് എഴുന്നേറ്റു അല്ലേ. വിശേഷിച്ച് രാത്രിയുടെ അവസാനത്തെ ആ ഭാഗം അല്ലേ, അത്താഴത്തിൻ്റെ സഹബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, ആ അത്താഴ നേരം സുബഹിൻ്റെ തൊട്ട് മുമ്പുള്ള വാങ്കിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം നമ്മൾ ദുആയിരക്കാനും പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനൊക്കെ ഉപയോഗിക്കേണ്ട സമയമാണ് അല്ലേ. അവിടെ വേറെ ആരും അറിയുന്നില്ല. നമ്മളൊരു പക്ഷേ പകൽ നിസ്കരിക്കുമ്പോൾ മറ്റാരെങ്കിലും കണ്ടെന്ന് വന്നേക്കാം. അപ്പോൾ നമ്മൾ ആരും കാണാനല്ല ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതല്ലേ നമ്മുടെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പോവില്ല ഇത് ആരെങ്കിലും അറിഞ്ഞേക്കണം. അസൗമുലി അൻ അജസീബി അല്ലേ. നോമ്പ് അങ്ങനെയാണ്. നമ്മൾ നോക്കുന്ന നോമ്പ് അള്ളാഹുവിനാണ്. കാരണം നോമ്പുണ്ടോ എന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ. പ്രത്യക്ഷത്തിൽ ഒരാളെ നോമ്പുണ്ടെന്നൊക്കെ പറഞ്ഞു, അയാൾ ആരും കാണാതെ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ നമുക്കറിയോ അല്ലേ. പ്രത്യക്ഷത്തിൽ നമ്മൾ നോമ്പുണ്ടെന്നൊക്കെ പറയുന്നു. ഒന്നു കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ലാതെ ഒരാൾ വെള്ളം കുടിച്ചു എന്ന് വിചാരിക്കുക, നമുക്കറിയോ അയാൾക്ക് നോമ്പുണ്ടോ ഇല്ലേന്ന്? ആർക്കറിയാം? അള്ളാഹു ജല്ല ജലാലുവിന് മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ഇബാദത്തുകളൊക്കെ നമ്മൾ ചെയ്യുന്ന അമലു സ്വാലിഹാത്തിൻ്റെ കൂലി ആര് തരണം? അള്ളാഹു തആല തരണം. അതേ അള്ളാഹു സ്വീകരിക്കൂ അല്ലേ. ജനങ്ങൾ വല്ലതും നമുക്ക് തരാൻ പറ്റുമോ? അവരാണോ നമുക്ക് കൂലി തരേണ്ട ആൾക്കാർ? അല്ല, അള്ളാഹു ആണ് അല്ലേ. അപ്പം അങ്ങനെ വലിയൊരു കാര്യം നമ്മുടെ ഇബാദത്തുകൾ ഫർളും സുന്നത്തുകളും തമ്മിലുള്ള വ്യത്യാസവും അങ്ങനെയാണ് അല്ലേ. നമ്മുടെ ഫർള് നിസ്കാരം നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ടവരാണ്. സുന്നത്ത് നിസ്കാരം നമ്മൾ ഒറ്റയ്ക്കോ വീട്ടിലോ മറഞ്ഞോ നിസ്കരിക്കുക അല്ലേ. സക്കാത്ത് പരസ്യമായിട്ട് കൊടുക്കണം, സ്വതക്ക സ്വകാര്യമായിട്ട് കൊടുക്കുക അല്ലേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ മോൻ്റെ തൻവീർ അലിയുടെ ഖിറാഅത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ വിധികർത്താക്കൾ, ജഡ്ജ് ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കണം അല്ലേ. നമുക്ക് ആദ്യം ബഹുമാനപ്പെട്ട ഉസ്താദ് ഖാരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുണ്ടേരി ഉസ്താദിനോട് ചോദിക്കാം. നമ്മുടെ വിദ്യാർത്ഥി തൻവീർ അലി ശൈലി നന്നായി വരുന്നുണ്ട്. കുറച്ചും കൂടി പരിശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ശൈലിയും രീതിയും ഒക്കെ നന്നായി വരുന്നതാണ്. പിന്നെ അക്ഷരങ്ങൾക്കുള്ള ഹർക്കത്തുകൾ എന്തോ ഒരു പറയാൻ പറ്റാത്ത രീതിയിൽ നീണ്ടുപോവുക. ഉദാഹരണം തർതീല എന്നുള്ള അങ്ങനെ ഹർക്കത്തുകൾ നീണ്ടുപോകുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ അക്ഷരങ്ങളെ ഘനവും അതിൻ്റെ നേർമവശങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇസ്തിഫാലാത്തും മറ്റേ ഇത്തുബാക്കളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ദാലിൻ്റെ മൊഹറജ് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് അത് ഉറുദു ഭാഷയിൽ സാ പോലെ വരുന്നുണ്ട്, അതും ശ്രദ്ധിക്കുക. 50 മാർക്കിൽ 26 മാർക്ക് ആകാവുന്നതാണ്. മാഷാ അല്ലാഹ്, അങ്ങനെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ചില വിഷയങ്ങളാണ്. അൽഹംദുലില്ലാഹ്, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഭാവിയുണ്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഖുർആൻ ഹലാൽപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദിൻ്റെ അഭിപ്രായം കൂടെ കേൾക്കാം. അൽഹംദുലില്ലാഹ്, നല്ല പരിശ്രമിച്ചിട്ടുള്ള ഓത്താണ് ഓതിയിട്ടുള്ളത്. കുറച്ചുകൂടെ ഇൻഷാ അല്ലാഹ് പ്രായമൊക്കെ വരുമ്പോഴേക്ക് തജ്വീദൊക്കെ കുറേ പഠിച്ച് വരുമ്പോൾ കുറച്ചും കൂടെ ഉഷാറാകും. ഉസ്താദ് പറഞ്ഞതുപോലെ കുറച്ച് അക്ഷരങ്ങളും സിഫത്തുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സ്വാദ്, ഷീന് ഇതൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ ഷീൻ്റെ തഫഷി ഇതൊക്കെ ഒന്ന് പ്രത്യേകിച്ചൊന്ന് പരിഗണിച്ച് ഓതുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നാവും ഇൻഷാ അല്ലാഹ്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് റൗണ്ടും ഒക്കെ ആയതുകൊണ്ട് ഉള്ളൊരു ഭയം ആയിരിക്കും. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള റൗണ്ടുകളിലൊക്കെ കുറച്ചുകൂടെ നന്നാക്കാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുന്നു. മാർക്ക് 50-ൽ 25 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. മാഷാ അല്ലാഹ്, ഉസ്താദ്മാർ പറഞ്ഞ ഒക്കെ കേട്ടല്ലോ അല്ലേ.
തജ്വീദിൻ്റെ നിയമങ്ങൾ, തജ്വീദാണല്ലോ ഖുർആനിൻ്റെ തിലാവത്തിൻ്റെ അഹ്കാമാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ സമര പറഞ്ഞ ആ രീതിയിൽ ഓതുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എങ്ങനെയാണോ ഓതി കേൾപ്പിച്ചെന്നത് അതുപോലെ ഓതി എത്താനുള്ള മാർഗ്ഗമാണ് തജ്വീദ് അല്ലേ. മാഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ മോൻ ശരിക്കും മനസ്സിലാക്കുക. പിന്നെ വശേറിയ മത്സരങ്ങളാണ് വരാനിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഖിറാഅത്തൊക്കെ ഉഷാറായിട്ട് വിജയിക്കണം. നമുക്കതിൻ്റെ മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉസ്താദ് TH കബീർ അൻവരി ഉസ്താദുണ്ട്. ഉസ്താദിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ കേൾക്കണം. തൻവീർ അലി, പേടിയുണ്ടോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഓത്താണ്, നല്ല ശൈലിയുണ്ട്. കുറച്ച് നിയമപരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണുള്ളത്. അത് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റൗണ്ടിലൊക്കെ വരുമ്പോൾ ഒന്നുകൂടി ഊക്കുകൂട്ടി ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉഷാറാവും. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ദർശന TV ഒരുക്കിയിരിക്കുന്ന, അതുപോലെ കഴിഞ്ഞ വർഷവും ഒരുക്കിയ ഈ ഖുർആൻ ടാലൻറ്റ് ഷോ ലോകമെമ്പാടുമുള്ള മാനവ സമൂഹം വളരെ പ്രതീക്ഷയോടെയും വലിയ ആകാംക്ഷയോടെയുമാണ് ഓരോ എപ്പിസോഡും ഇതിൻ്റെ കാത്തിരിക്കുന്നത്. മറ്റൊരു ചാനലുകളും നടത്തിയിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായ ഈ ഒരു ഷോ എന്തുകൊണ്ടും മനുഷ്യ സമൂഹത്തിന്, വിശിഷ്യ ഇസ്ലാമിക ചുറ്റുപാട് മനസ്സിലാക്കേണ്ട ആളുകൾക്കൊക്കെ വലിയ ഒരു ഉപകാരപ്രദമായ ഫലപ്രദമായ സംരംഭമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മോന് ഈ ഖുർആൻ പാരായണത്തിന് 7 മാർക്കാണ് ഞാൻ നൽകിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. നമ്മുടെ ഉസ്താദുമാർ, ജഡ്ജിമാർ, നമ്മുടെ ഗസ്റ്റ് ഉസ്താദ് അവരൊക്കെ നല്ല ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു അല്ലേ, നിർദ്ദേശങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് മോന് അടുത്ത റൗണ്ടുകളിൽ നന്നായിട്ട് മത്സരിക്കണം. ഇത് പ്രതിഫലം കിട്ടുന്ന ഒരു മത്സരമാണ് അല്ലേ, ഏറ്റവും കൂടുതൽ പ്രതിഫലമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിജയികളായി തീർന്ന് മക്കയും മദീനയൊക്കെ ചെന്ന് കാണാൻ, കുടുംബസമേതം കാണാനൊക്കെ ഉള്ള അവസരമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ മോൻ ശരിക്കും പരിശ്രമിക്കുക. എല്ലാവിധ ഭാവുകങ്ങളും എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരെയാണ്. ജസാക്കല്ലാഹു ഖൈറ. ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ ഒരു വൈജ്ഞാനിക വിരുന്നാണ് ദർശന TV സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രേക്ഷകർക്ക് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നാളെ നമുക്ക് മറ്റു ചില മത്സരാർത്ഥികളുമായി, പുതിയ വിഭവങ്ങളുമായി നമുക്ക് കാണാം. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഅസ്സലാമ.